ഉൽപ്പത്തി പുസ്തകം 40:23. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേപ്പിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ഇവിടെ യോസേപ്പ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അവൻ്റെ കൂടെ കാരാഗൃഹത്തിൽ കിടന്നവരായിരുന്നു ഫറവോൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനും അപ്പക്കാരിൽ പ്രമാണിയും. ഒരിക്കൽ ഇവർ രണ്ടുപേരും വ്യത്യസ്തങ്ങളായ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു. സ്വപ്നത്തിൻ്റെ അർത്ഥം യോസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുപോലെ സംഭവിച്ചു. അതുവരെ സ്വപ്നം മാത്രം കണ്ടിരുന്ന യോസേപ്പ് കാരാഗൃഹത്തിൽ അത് വ്യാഖ്യാനിക്കാനുള്ള കൃപയും ദൈവം കൊടുത്തു. പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയും വർദ്ധിക്കും. യോസേപ്പ് അർത്ഥം വ്യാഖ്യാനിച്ചതുപോലെ അപ്പക്കാലിൽ പ്രമാണിയെ രാജാവ് തൂക്കിലേറ്റി. പാനപാത്രവാഹകനെ രാജാവ് തിരിച്ച് തൽസ്ഥാനത്ത് നിയമിച്ചു. നീ രാജാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ യോസേപ്പിൻ്റെ വാക്ക് പാനപാത്രവാഹകൻ മറന്നുപോയി. വാക്ക് തന്നവർ പലരും മറന്നുപോകും. നമ്മെ എല്ലാവരും ഓർക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ പാനപാത്രവാഹകൻ യോസേപ്പിനെ ഓർത്തു. കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. പിന്നീട് യോസേപ്പ് മിസ്രൈമിലെ മന്ത്രിയായി. ചിലർ നമ്മെ മറക്കുന്നത് പോലും ദൈവത്തിൻ്റെ ഹിതമായി കരുതുക. കാരണം മറക്കാത്തവനായ ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ഗോഡ് ബ്ലെസ് യു.